സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലപോലെ അറിയാൻ പറ്റും. അവർക്കൊരു ലീവില്ല. അവര് പറയാം അവർക്ക് ലീവില്ല, ലീവ് എടുക്കാൻ പറ്റില്ല. മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് എന്ത് തോന്നും, പക്ഷെ അവരെ മുഷിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊന്നും തോന്നണ്ട. ഇവരാരാന്ന് ഇവിടെ ഉള്ളവർ എന്നോട് ചോദിക്കും, ഇവരാരാ, ഈ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാ. അപ്പൊ ഞാൻ ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാൻ കീർത്തി. അപ്പം നമ്മുടെ ചാനലില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആരി ബിസിനസിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതില് ഇപ്പം ഒരു 4-5 പോയിന്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുമ്പുള്ള വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വേണം ഇത് കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഓരോ സെഗ്മെന്റ് ആയിട്ടായിരിക്കും നമ്മൾ പറയുന്നത്. അതിനു മുമ്പായിട്ട് ഞാൻ എൻ്റെ ഔട്ട്ഫിറ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇത് നോർമൽ ഞാൻ തന്നെ ചെയ്തതാണ്. കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ചെയ്തതാണ് കേട്ടോ. ഇതിന്റെ സ്ലീവിലൊന്നും ഒക്കെ സിമ്പിൾ ആയിട്ടാണ്, സ്ലീവ് ഒക്കെ നോർമൽ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. യോക്ക് പോർഷനിൽ കട്ട് ബീഡ് വന്നിട്ട് താഴെ ഒരു അതായത് ഫ്ലവർ നമ്മൾ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഫ്ലവറാണ് വെച്ച് ഫ്ലവർ ലീഫ് ഓർഗൻസ മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതാണ് ലീഫ്. അപ്പം അതിന്റെയൊക്കെ ക്ലാസ് നമുക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് ക്രിയേറ്റീവായിട്ട് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്ത് കാണുമ്പോൾ നമ്മുടെ വർക്ക് കിട്ടും എന്നുള്ള രീതിയിലൊക്കെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ പോയിന്റിലോട്ട് കിടക്കാം. നമ്മുടെ പോയിന്റ്സ് വരുന്നത്, ആദ്യത്തെ പോയിന്റ് വരുന്നത് നോളജ്, രണ്ടാമത് വരുന്നത് കസ്റ്റമർ, പിന്നെ വരുന്നത് ടൈം മാനേജ്മെന്റ്, അതിനുശേഷം റേറ്റ് ഫിക്സിങ്, പിന്നെ വരുന്നത് കസ്റ്റമർ മാനേജ്മെന്റ് ആണ്. അപ്പം ഇത്രയും പോയിന്റ്സിൽ നമ്മളിപ്പോ കസ്റ്റമർ വരെയുള്ള പോയിന്റ് പറഞ്ഞു നിർത്തിയിട്ടുണ്ട്. അതിൽ ടൈം മാനേജ്മെന്റ് ആണ് ഇനി നമുക്ക് ക്ലാസ് വരാനുള്ളത്. ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടൈം നമ്മുടെ വർക്കിൽ, ആരി വർക്ക് എന്ന് മാത്രമല്ല വേറെ ഏതൊരു വർക്കാണ് പ്രൊഫഷനിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം എന്ന് പറയുന്നത്. ആ ടൈം നമ്മൾ കറക്റ്റ് ടൈമിൽ നമ്മൾക്ക് കിട്ടുന്നതാണെങ്കിലും, അതായത് നമുക്ക് വാങ്ങാനുള്ളതാണെങ്കിലും നമ്മൾക്ക് കൊടുക്കാനുള്ളതാണെങ്കിലും നമ്മൾ കറക്റ്റ് ടൈമിൽ ചെയ്തിട്ടാണ് കാര്യമുള്ളൂ അല്ലെ. എല്ലാ കാര്യത്തിലും നമ്മൾ ടൈമിങ് കീപ്പ് ചെയ്യണം. എനിക്ക് നേരത്തെ അത്ര വലിയ ടൈമിങ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ മുൻപുള്ള ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്ന്. ഓക്കെ, അപ്പം ആ എക്സ്പീരിയൻസ് വൈസ് എനിക്ക് ആയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കസ്റ്റമറിനെ നമ്മൾക്ക് കീപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ അവർക്ക് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അവര് നമ്മളെ ഏൽപ്പിക്കുന്ന പ്രൊഡക്റ്റ് എന്താണ് അവരുടെ ആവശ്യം, ആരി വർക്ക് അല്ലെങ്കിൽ സ്റ്റിച്ചിങ് എന്താണ് അതിനകത്ത് നമ്മളിപ്പം അതിനെ ബേസ് ചെയ്ത് പറയുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ അതിൽ തന്നെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്. അപ്പം വർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ ഏൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സമയമുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യണം. ഓക്കെ, അതിനുശേഷം മാത്രമാണ് അവര് പറയുന്ന സമയത്ത് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം അവര് പറയുന്ന സമയത്ത് ചെയ്തു കൊടുക്കാൻ നമുക്ക് സമയമുണ്ടോ എന്ന്. അപ്പൊ ഇന്നൊരു കാര്യം തന്നിട്ട് അത് നാളെ അരിവർക്കോട് കൂടി ചെയ്തു കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാഴ്ചത്തെ സമയമാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ആ സമയത്ത് നമുക്ക് ഓൾറെഡി നല്ല ഓർഡർ ഉണ്ടാവും. ചിലപ്പോൾ ഓർഡർ ഉള്ള സമയമാണെന്നുണ്ടെങ്കിൽ അവരോട് ആദ്യം തന്നെ ടൈം ചോദിക്കുക. ഇതില് എന്നത്തേക്കാണ് നിങ്ങൾക്കത് ഐറ്റം ആവശ്യമുള്ളത് എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം നമ്മൾ ഓർഡർ എടുക്കുക. ഓക്കെ, അപ്പം അതിന് നമുക്ക് സമയമുണ്ടോ എന്നുള്ളത് അത് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് നമുക്ക് അതിന്റെ ഡേറ്റ് ഉണ്ടോ എന്നതിന് നോക്കിയതിന് ശേഷം മാത്രം ഓർഡർ എടുക്കുക. ഇനി ഓർഡർ എടുത്തതിന് ശേഷം നമ്മൾ ഓരോന്നും അതായത് അതിന് മുൻപുള്ള ഐറ്റംസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉള്ള സമയം നമ്മൾ പാഴാക്കാതെ ചെയ്യുക എന്നുള്ളതാണ് പിന്നീടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ ഇനി സമയം ഉണ്ടല്ലോ എന്ന് ഓർത്തോണ്ടിരിക്കും. അപ്പോഴായിരിക്കും നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ്, എനിക്ക് അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്, നമുക്ക് എന്തെങ്കിലും ഹോസ്പിറ്റൽ കേസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അതൊന്നും ആർക്ക് തടയാൻ പറ്റത്തില്ല. അപ്പൊ എന്തെങ്കിലും ഒരു കല്യാണമൊക്കെ നമുക്ക് നേരത്തെ അറിയാം, അല്ലെങ്കിൽ ഒരു മരണം, നമുക്ക് അത്യാവശ്യപ്പെട്ട ഒരാളും നമുക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ട ഒരു സ്ഥലം. അപ്പം സ്റ്റിച്ചൊക്കെ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നല്ലപോലെ അറിയാൻ പറ്റും. അവർക്കൊരു ലീവില്ല. അവര് പറയാം അവർക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. കാര്യം നമ്മുടെ സാഹചര്യം അതാണ്. നമ്മൾ സ്വയമായിട്ട് ചെയ്തു കൊടുക്കുന്ന ആളാണെങ്കിൽ പോലും നമ്മൾക്ക് ഒരാളെ ലീവ് തരേണ്ട ആവശ്യമില്ല.
പക്ഷെ നമ്മൾക്ക് അത് എടുക്കാനും പറ്റാത്ത ഒരവസ്ഥ വരും. അതുകൊണ്ടാണ് നമ്മൾ ടൈമിനനുസരിച്ച്, അതായത് നേരത്തെ കാലേ കൂട്ടി ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പം അതുപോലുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ, നമുക്ക് ഒഴിവാക്കാനാകാത്ത സിറ്റുവേഷൻസ് വരുമ്പോഴത്തേനും നമുക്ക് അതിന് ടെൻഷൻ ഇല്ലാതെ നമുക്ക് പോകാൻ സാധിക്കും. സാധാരണ ഒരു തയ്യൽ ജോലി ചെയ്യുന്നവരെക്കാൾ കുറച്ചുകൂടെ ഒരു പടി മുകളിൽ തന്നെയാണ് വർക്ക് പ്ലസ് സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാർ. അപ്പം അതിന് കൂടുതൽ സമയം വേണ്ടി വരും. ഒരു പോളിസി വെക്കുക, ഇത്ര നാളുകൾക്കുള്ളിൽ ഉള്ള ഓർഡറുകൾ മാത്രമാണ് നമ്മൾ എടുക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും തന്നെ ഇപ്പോൾ അത്യാവശ്യം ഇൻസ്റ്റയിലും FBയിലും ഒക്കെ ഒരു പേജും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അതിൽ കൂടെ ഒരു ഓർഡറുകളും കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്ന ഒരാളുണ്ടാവും. ഇപ്പം ചെറിയ രീതിയിൽ വീട്ടിലിരുന്ന് ചെയ്യുന്നവരാണെങ്കിൽ കൂടി അങ്ങനെ ചെയ്ത് മുൻപോട്ട് പോകുന്നവരാണ്. നിബന്ധന വെക്കുക, ഇത്ര ദിവസത്തിനുള്ളിലുള്ള ഓർഡർ. ഓൺലൈൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ കൂടി അതിനകത്ത് ഇത് എഴുതിയിട്ടുണ്ടാവും, അവരുടെ പോളിസീസ് എഴുതിയിട്ടുണ്ടാവും. ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഓർഡർ കിട്ടിയിരിക്കണം, ഇത്ര ദിവസത്തിനുള്ളിൽ അത് ഡെസ്പാച്ച് ആവും എന്നുള്ളൊരു നിബന്ധന. അത് നമ്മുടെ ലൈഫിലും നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഐറ്റംസിലും നമുക്ക് കൊണ്ടുവരാവുന്നതാണ്. അതായത് ഇത്ര ദിവസത്തിനുള്ളിൽ കിട്ടുന്ന ഓർഡറുകൾ എടുക്കുക, ഇല്ലാത്ത ഓർഡർ നമുക്ക് ഒഴിവാക്കാം. നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ, അതിൽ പരാതിയൊന്നുമില്ല. ഇത്ര ദിവസത്തിന് മുൻപ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കണം, ഒരു 10 ദിവസത്തിന് മുൻപ് നമുക്ക് ഓർഡർ കിട്ടിയിരിക്കണം. അതുപോലെ തന്നെ എമർജൻസി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എമർജൻസി ചാർജസ് നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പം ഒത്തിരി ബൊട്ടിക്കുകളിലും എല്ലായിടത്തും തന്നെ 1 hour സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. ഇത് പറയുന്നത് പോലെ തന്നെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഈ 1 hourനുള്ളിൽ തന്നെ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അവർ 1 hour സ്റ്റിച്ചിങ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഒരു രാവിലെ കൊടുക്കുന്ന ഒരു ഐറ്റം ചിലപ്പോൾ ഒരു ഉച്ച കഴിഞ്ഞ് അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടി, അതായത് ഒറ്റ ദിവസം കൊണ്ട് കിട്ടും എന്താണേലും. അപ്പം ആ ഒരു ടൈമിൽ കിട്ടുന്നതിന് ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ബൊട്ടിക് സ്റ്റൈലില് ഞാനിപ്പോ വീട്ടിലുള്ളവരോട് ഞാൻ മേടിക്കുന്നുണ്ട്. കാര്യം അതൊരു ശീലമായി മാറിയിരിക്കുന്നു. നമുക്ക് തലേ ദിവസം കൊണ്ടുവന്നിട്ട് എനിക്കിതിപ്പോ ചെയ്തു തരണം എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തവരാണെങ്കിൽ പോലും നമ്മൾ ഉറക്കം ഉളച്ചിരുന്ന് ചെയ്തു കൊടുക്കും. അപ്പോൾ ആരുടെ ഹെൽത്താ പോകുന്നത്? നമ്മുടെ ഹെൽത്ത് കളഞ്ഞ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് നമുക്ക് വേണ്ടേ? അപ്പോൾ അതൊരു ശീലമായിട്ട് തന്നെ മാറിയത് കൊണ്ട് ഞാൻ തീരുമാനിച്ചു, ഞാൻ അവരോട് പറയും, അതിപ്പോൾ ആരാണെങ്കിലും ഞാൻ പറയും, എനിക്ക് എമർജൻസി ചാർജ് വേണം. ബൊട്ടിക്കുകളിലും കാര്യങ്ങളിലും അവിടെയൊക്കെ ഒരു ഡബിൾ ആയിട്ടായിരിക്കും എമർജൻസി ചാർജ് എടുക്കുന്നത്. ഒരു 400 അല്ലെങ്കിൽ 450 ഒരു നോർമൽ ബ്ലൗസിന് സ്റ്റിച്ചിങ് ചാർജ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് എമർജൻസി ചാർജ് എന്ന് പറയുമ്പോഴത്തേനും നേരെ ഇരട്ടി 800 രൂപ അല്ലെങ്കിൽ 850 രൂപ 900 രൂപയൊക്കെ എടുക്കുന്ന ബൊട്ടിക്കുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിൽ ഒട്ടും കുറവല്ല എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. നമ്മുടെ എഫേർട്ടിന് ഒരു എക്സ്ട്രാ ചാർജ് അതിൽ നിന്ന് എടുക്കണം. ഇരട്ടി പൈസ എടുക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം നമ്മൾ വീട്ടിലിരുന്ന് ഹോം ബൊട്ടിക് ചെയ്യുന്നവരാണ്. അപ്പോൾ നിങ്ങൾക്ക് എമർജൻസി ചാർജ് എന്നുള്ള രീതിയിൽ എടുക്കാം. അങ്ങനെ ഇത്ര ദിവസത്തിനുള്ളിലുള്ള വർക്ക് ഓർഡർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എമർജൻസി ചാർജ് മസ്റ്റ് ആയിട്ടും എടുക്കാൻ നിങ്ങൾ എല്ലാവരും അത് പ്രയോജനപ്പെടുത്തണം. അപ്പം അതുപോലെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് അതില് മസ്റ്റ് ആയിട്ട് നമുക്കത് പ്രയോജനപ്പെടുത്താം. ഓക്കെ, നമ്മൾ പറയുന്ന സമയത്ത് കസ്റ്റമർ ഡേറ്റ് ശരി, നമ്മളെല്ലാം ഓർഡർ എടുത്തു, ഡേറ്റ് പറഞ്ഞ് ഫിക്സ് ചെയ്തു, എല്ലാം കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് നമ്മുടെ കടമയാണ്. നമ്മൾ കസ്റ്റമർ പറയുന്ന ഡേറ്റിൽ പറയുന്ന ടൈമിൽ അത് നേരത്തെ കാലേ കൂട്ടി അവരോട് എത്ര മണിക്കാണ്, അല്ലെങ്കിൽ പറയുന്ന ഡേറ്റ് ഒരു ദിവസം പറഞ്ഞു നമ്മൾ ഓർഡർ എടുത്ത് വിട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവരെ തലേ ദിവസം അല്ലെങ്കിൽ അതിന്റെ മുൻപത്തെ ദിവസം ഒന്ന് വിളിച്ച് ചോദിക്കുക, നിങ്ങൾക്ക് എത്ര മണിക്കാണ് വേണ്ടത്. അല്ലെങ്കിൽ കസ്റ്റമർ ഇങ്ങോട്ട് വിളിച്ചോളൂ. അത്യാവശ്യക്കാരാണെന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വിളിക്കും അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യും. എനിക്ക് അങ്ങനെയാണ് കേട്ടോ. അല്ലെങ്കിൽ അവർ മെസ്സേജ് ചെയ്യും, ഞാൻ എപ്പോഴാണ് വരേണ്ടത് എന്ന് ചോദിക്കും. ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് പഞ്ച് ടൈമിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് ഓർഡർ കിട്ടിയിരിക്കും. ഇനിയിപ്പം നിങ്ങൾക്ക് സമയമില്ല, എനിക്ക് അങ്ങനെ ഒത്തിരി അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്ക് സമയമില്ലാത്തതിന്റെ പേരിൽ എനിക്ക് ഓർഡർ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. കാര്യം അവർക്ക് ആ സമയത്ത് ഒരു മുഷിച്ചിൽ തോന്നിയാലും, ഇപ്പൊ ഓണം അതുപോലെ ഫെസ്റ്റിവൽ സീസൺസിൽ നമുക്ക് ഓർഡർ കൂടുതൽ വരും. ഉത്സവം നമ്മുടെ നാട്ടിലെ അതായത് ലോക്കലായിട്ട് വരുന്ന ഉത്സവങ്ങളൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് എന്തായാലും ലോക്കലായിട്ടുള്ള ആൾക്കാർ നമ്മുടെ അടുത്ത് വരും. അപ്പോൾ ടൈം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഓർഡർ ക്യാൻസൽ ആക്കേണ്ടി വരും. ഞാൻ അങ്ങനെ ഒത്തിരി നേരത്തെ ഉറക്കം ഉളച്ചിരുന്നൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരോട് പറയും, എനിക്ക് സമയമില്ല. നമ്മൾ എടുത്തു വെച്ചിട്ട് സമയമില്ലാതെ നമ്മൾ കിടന്നുകൊണ്ട് തലയും കുത്തി മറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ ഹെൽത്ത് കളയാൻ, നമ്മുടെ വീട്ടിൽ വെറുതെ അടിയുണ്ടാക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അവരോട് പറയുക. അപ്പം പറയുന്ന ആ സമയത്ത് ഒരു മുഷ്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ.
അത് കഴിയുമ്പോൾ തനിയെ നമ്മുടെ അടുത്ത് തന്നെ വരും. ഇനി വേറെ ഒരിടത്ത് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ വരുമ്പോഴത്തേനും നമ്മുടെ അടുത്ത് തന്നെ വരും. അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് എന്ത് തോന്നും, അവരെ മുഷിപ്പിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്നൊന്നും തോന്നേണ്ട ആവശ്യമില്ല. അവര് ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ അടുത്ത് വരും. കാര്യം നമ്മൾക്കൊരു അസുഖം വന്ന് കിടന്നു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരാരും ഉണ്ടാവില്ല. നമ്മുടെ സമയത്തിനും നമ്മുടെ ആരോഗ്യത്തിനുമായിരിക്കണം നമ്മൾ അപ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കും. നമ്മൾ പഞ്ച് ടൈമിൽ കറക്റ്റ് ടൈമിൽ നമ്മൾ ഓർഡർ എടുക്കാനായിട്ട് ശ്രമിക്കുക. കറക്റ്റ് ടൈമിൽ ചെയ്ത് തീർത്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് ടൈം മാനേജ്മെന്റ്. പിന്നെ നമ്മൾ വർക്ക് ചെയ്യാനിരിക്കുന്ന സമയം നമുക്കൊന്ന് ഫിക്സ് ചെയ്യാം നമുക്ക്. അതായത് ലേറ്റ് നൈറ്റ് ഒക്കെ ഇരുന്ന് വർക്ക് ചെയ്യാതെ ഇരിക്കുക. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 8 മണിക്കൂർ ഉറക്കം നമ്മുടെ ഹെൽത്തിന് വേണം എന്ന് പറഞ്ഞാലും നമ്മളിപ്പോ ഒരു 12 മണി 1 മണിക്ക് ശേഷം ഉറങ്ങുകയാണ്. പക്ഷെ നമുക്ക് ആ കിടന്ന ആ ഒരു ടൈമിലാണ് നമുക്ക് ഏറ്റവും നല്ല സ്ലീപ്പ് കിട്ടുന്ന ടൈം എന്ന് പറയുന്നത്. ആ സമയം നമ്മളൊരു ലേറ്റ് നൈറ്റ് ഒരു 2 മണിക്ക് ഉറങ്ങിയിട്ട് രാവിലെ ഒരു 10 മണി ഒരു 11 മണി പോട്ടെ, വെളുപ്പിന് വീട്ടമ്മമാർക്കൊക്കെ രാവിലെ എഴുന്നേക്കേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് വീണ്ടും കയറി കിടന്നാലും, ഇപ്പൊ കുട്ടികളെയൊക്കെ വിട്ട് ഹസ്ബൻഡിനെ ഓഫീസിൽ വിട്ടിട്ട് കയറി കിടന്നാലും നമുക്ക് ആ നൈറ്റിലെ ഉറക്കം നമുക്ക് ഒരിക്കലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെളുപ്പിനെ എഴുന്നേറ്റ് വർക്ക് ചെയ്താലും സാരമില്ല. ഞാൻ നേരത്തെയൊക്കെ ലേറ്റ് നൈറ്റ് ഒരു 2 മണി 3 മണിയൊക്കെ വരെ ഇരിക്കുമായിരുന്നു. പക്ഷെ നമ്മുടെ മെമ്മറിക്ക് അത് പ്രശ്നം വരുന്നുണ്ട്. നമ്മുടെ ബ്ലഡ് പ്രഷറിന് BP നമുക്ക് ഒരു 20, 25, 30 വയസ്സിലൊന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. 30 വയസ്സ് കഴിഞ്ഞ് അതിന്റെ മുകളിലോട്ട് പോകും തോറും നമുക്ക് സ്ട്രെസ്, നമുക്ക് ഭയങ്കര ബോഡി പ്രഷർ പ്രശ്നങ്ങൾ കാര്യങ്ങളെല്ലാം വരും. അതുകൊണ്ട് ഇപ്പോഴേ നിങ്ങൾ ആ സമയം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക. ഞാൻ ആദ്യമൊക്കെ ഇവിടെ വീട്ടിലുള്ളവരും സംസാരിക്കുക, അമ്മയൊക്കെ ആണെങ്കിലും പറയും, മോളെ നീ ലേറ്റ് നൈറ്റ് ഒരു 2 മണി 3 മണി വരെ ഇരിക്കാതെ നീ വെളുപ്പിനെ ഇരുന്ന് ചെയ്യുക. വെളുപ്പിനെ എഴുന്നേറ്റിട്ട് ഇരുന്ന് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിനക്ക് കുറച്ചുകൂടെ ഒരു എനർജി കിട്ടുകയും ചെയ്യും. ഈ ഉറക്കത്തിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ ചോദിക്കാം, അപ്പൊ ഈ സിസ്റ്റർമാരും ഡോക്ടേഴ്സൊക്കെ അവരൊക്കെ എങ്ങനെയാ പോകുന്നത്? അവരൊക്കെ ഇത് ഡെയിലി ചെയ്യുന്ന കാര്യമല്ലേ? നൈറ്റ് ചെയ്യുന്നുണ്ട്. നൈറ്റ് ചെയ്തതിന് ശേഷം അവര് പകല് കിടന്നുറങ്ങിയിട്ടൊക്കെയാണ് അവര് ചെയ്തു പോകുന്നത്. അതായത് കാര്യങ്ങൾ നടന്നു പോകുന്നത്. അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം അതിന്റെ ബുദ്ധിമുട്ട് എന്താണ്, അവർക്ക് പിന്നീട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും എനിക്ക് 12 മണി കഴിയാതെ എനിക്ക് ഉറക്കം വരില്ല കേട്ടോ. അതൊരു ഫാക്റ്റാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ശീലിച്ചത് കൊണ്ട് അതൊരു ഫാക്റ്റാണ്. ഇപ്പൊ പോരാത്തതിന്റെ വീഡിയോസും കാര്യങ്ങളുടെ ഒക്കെ ഇത് ഉള്ളത് കൊണ്ട് ഞാൻ പക്ഷെ ഒരു 12 മണിക്ക് ശേഷം ഞാൻ ഒരിക്കലും സ്റ്റിച്ചിങ്ങിന് ഇരിക്കാറില്ല കേട്ടോ. ഇപ്പം കാര്യം അത് പറ്റാത്ത ഒരവസ്ഥ വന്നു. എനിക്ക് തലവേദനയുടെ മൈഗ്രെയിന്റെ പ്രശ്നമുണ്ട്. അപ്പം അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു മസ്റ്റായിട്ടും ഉറക്കം ഉളയ്ക്കരുത്, ഉറക്കം ഉളച്ച് ഉള്ള വർക്ക് ചെയ്യരുത്. വെളുപ്പിനെ എഴുന്നേറ്റ് ചെയ്തോളൂ, എന്നാലും സാരമില്ല, നിങ്ങൾ ഉറക്കം ഉളച്ച് വർക്ക് ചെയ്യരുത്. കണ്ടിന്യൂസ് ഒരു 7 അല്ലെങ്കിൽ 8 മണിക്കൂർ സ്ലീപ്പ് മസ്റ്റായിട്ടും വേണം. വെള്ളം കുടിക്കണം. ഇതെല്ലാം കറക്റ്റ് ടൈമിൽ ചെയ്തു പോവുക. ഇതാണ് ടൈം മാനേജ്മെന്റിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പം ഇത് കാണുന്ന ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ടൈമിനെ പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഈ ആരി ബിസിനസിനെ പറ്റി വേറെ എന്തെങ്കിലും ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിവുണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ പറയണം കേട്ടോ. അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ടൊന്ന് മെസ്സേജ് അയക്കാം. എന്തെങ്കിലും ഒരു സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ് കേട്ടോ. ഞാനത് നമുക്ക് ഷെയർ ചെയ്യാം, നമ്മുടെ ഫാമിലി ആയിട്ട് ഷെയർ ചെയ്ത് പോകാവുന്നതാണ്. ചർച്ച ചെയ്യാനുള്ളത് കസ്റ്റമർ മെയിൻ്റനൻസിനെ പറ്റിയിട്ടാണ്. നമ്മൾ എങ്ങനെ ഒരു കസ്റ്റമറിനെ മെയിൻറ്റെയിൻ ചെയ്യും. ഒത്തിരി കസ്റ്റമേഴ്സ് എനിക്ക് വന്നിട്ടുണ്ട്, ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു, ഇവിടെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു, എനിക്ക് ശരിയായിട്ടില്ല, ഞാൻ പിന്നെ ആ വശത്തോട്ട് പോയിട്ടില്ല എന്നൊക്കെ ഉള്ളത്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് നമ്മുടെ ഒരു പെരുമാറ്റം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ വർക്കിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും സാരയില്ല. ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ചെയ്യുന്നവരുടെ കാര്യമായിട്ടോ പറയുന്നത്. നമ്മുടെ വർക്കിന് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിലും സാരയില്ല, നമ്മുടെ പെരുമാറ്റം കൊണ്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നവരായിരിക്കും. എന്നെ സംബന്ധിച്ച് അതാണ് ഏറ്റവും കൂടുതൽ എനിക്കുള്ള അസറ്റ് എന്ന് പറയാം. എന്റെ ഫാമിലിയിലുള്ളവർക്ക് എന്നെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാണ്. എന്റെ ഫാമിലിയിലുള്ളവർക്ക് ഈ നാട്ടിലുള്ളവരുമായിട്ട് അത്ര വലിയ അതായത് കണക്ഷൻ ഉണ്ട്. എന്നാലും നമ്മൾ എപ്പോഴും വന്ന് കണ്ട് സംസാരിക്കുന്ന ഒരു രീതിയില്ല. പെട്ടെന്ന് കണ്ടാലും ഇവിടെ ഉള്ളവർ, അതായത് അമ്മയുടെ ഹസ്ബൻഡിന്റെയോ ഒക്കെ കൂടെ പോകുമ്പോഴത്തേനും എവിടെയെങ്കിലും പോകുമ്പം അവര് കാണുമ്പോൾ സംസാരിച്ച് കാണുമ്പോഴത്തേനും ഇവരാരാന്ന് ഇവിടെ ഉള്ളവർ എന്നോട് ചോദിക്കും, ഇവരാരാ? ഈ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാ.
അപ്പൊ ഞാൻ പറയും എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ വന്ന് പരിചയമുള്ളവരാണ്, ഇന്ന ആൾക്കാരാണ് എന്നുള്ള അവരെ പരിചയപ്പെടുത്തും. അപ്പം അങ്ങനെ ഒരു റിലേഷൻ നമ്മളുമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലുള്ളവരാണ് ഏറ്റവും മെയിൻ. നാട്ടിലുള്ളവരെ നമ്മൾ സഹകരിപ്പിച്ചിട്ട് വേണം നമ്മൾക്ക് പുറത്തോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പം എന്തിനും നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ നിൽക്കുന്ന രീതിയിലുള്ള കസ്റ്റമേഴ്സ്. ഒത്തിരിയും എനിക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടാകാതെ ഒരു എന്താ പറയണേ, ഏത് പ്രൊഫഷനിലും എല്ലാ ആർട്ടുകളിലും ആർട്ടിസ്റ്റുകൾക്കും മിസ്റ്റേക്സ് ഉണ്ടാവും. ആരും എല്ലാം പഠിച്ചവരായിട്ട് വരുന്നില്ല. ഏത് വലിയ കലാകാരന്മാരോട് ചോദിച്ചാലും അവർ പറയുന്നത് ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. ഞാൻ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെയായിരിക്കും അവർ പറയുന്നത്. കാര്യം അത് അവരുടെ എളിമയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലെ. ഏത് ബുട്ടിക്കിലുള്ള ആൾക്കാർ എത്ര വലിയ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവരോരോന്നും റിസർച്ച് ചെയ്യും. എപ്പോഴും റിസർച്ച് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പഠിക്കലാണത്. അത് പിൻട്രസ്റ്റ് നോക്കും, ഓരോ ഫാഷൻസ് കാര്യങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് ശ്രമിക്കും. അതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഓരോ മൈന്യൂട്ടായിട്ടുള്ള ഓരോ വർക്കുകളും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ യൂട്യൂബ് റെഫർ ചെയ്യും, ഇന്റർനെറ്റ് റെഫർ ചെയ്യും. ഇതെല്ലാം പഠിക്കലാണ്. ഓക്കെ, അപ്പം ഏത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അബദ്ധം പറ്റാം. ഈ അബദ്ധം നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്നവർക്കാണെങ്കിൽ കൂടിയും പറ്റുന്നതായിരിക്കും. അപ്പം ഇത് നമ്മുടെ വർക്കില്, അതായത് നമ്മുടെ തന്നെ ഐറ്റത്തിൽ ചെയ്ത് പരിചയപ്പെട്ടവരാണെങ്കിൽ പോലും അവർക്ക് മിസ്റ്റേക്കുകൾ സംഭവിക്കാം. അതായത് മറ്റൊരാളുടെ ഓരോ ബോഡിയും ഓരോ ടൈപ്പ് ആയിരിക്കും. ഓക്കെ, ഒരു 38 സൈസിൽ തന്നെ നമ്മളൊരു ഐറ്റം മേടിച്ചു. ആ 38 സൈസ് ചിലപ്പോൾ ഒരാൾക്ക് കറക്റ്റ് ആയിരിക്കും. ഈ 38 സൈസ് തന്നെ വേറെ ഉള്ള ആൾക്ക് ചിലപ്പോൾ അയാൾക്ക് ലൂസ് ഉണ്ടാവും, ചിലപ്പോൾ അയാൾക്ക് ടൈറ്റ് ആയിരിക്കും. അതെന്തുകൊണ്ടാണ്? ഓരോ ബോഡിയും ഓരോ ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഒരാൾക്ക് ഇനീഷ്യലായിട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും എന്തെങ്കിലും ചെറിയൊരു കറക്ഷൻ അതിനകത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ കറക്ഷൻ എന്തായാലും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് തന്നെ പ്രതീക്ഷിച്ച് നമ്മൾ മുൻപോട്ട് പോവുക. ഒത്തിരി പേര് കമന്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ പേടിയാന്ന്. അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പേടിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? നമ്മള് റോഡിൽ ഇറങ്ങുന്നുണ്ട്, നമ്മളെ വണ്ടി തട്ടുമെന്ന് പേടിച്ചിട്ട് നമ്മൾ റോഡിൽ ഇറങ്ങാതിരിക്കില്ല. കാര്യം നമ്മുടെ ആവശ്യങ്ങൾ നടത്താൻ നമ്മൾ റോഡിൽ ഇറങ്ങണം. റോഡിലൂടെ പോകുന്നവർക്ക് എത്ര പേർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, വീട്ടിലിരിക്കുന്നവർക്ക് എത്ര പേർക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനേ പറ്റില്ല. നമ്മുടെ കയ്യിൽ 10 രൂപ വേണോ? നമ്മൾ തന്നെ വിചാരിക്കണം. മറ്റൊരാളോട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും. മറ്റൊരാളോട് കൈനീട്ടി മേടിക്കുന്നതിൽ എത്രയോ ഭേദമാണ് നമ്മൾ ഒരു ദിവസത്തെ നമ്മൾ റിസ്ക് എടുത്തിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളത്. നമ്മൾ ആജീവനാന്തം നമ്മൾക്ക് കിട്ടുന്ന ഒരു അസറ്റാണ്. നമ്മളത് പഠിക്കുവാണ്. അത് ആ അസറ്റ് നമ്മൾ നേടിയെടുക്കുന്നതിന് ഒരു ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച നമ്മളൊരു റിസ്ക് എടുത്ത് ചെയ്യുക. ആ ചെയ്തതിലൂടെ നമ്മൾക്ക് വരുമാനം കിട്ടുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലതാണ്. ചെയ്തു കൊടുത്തതിൽ ചെറിയ കറക്ഷൻസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കസ്റ്റമറോട് പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്നാൽ അവരോട് മുൻപേ ഒന്ന് പറയുക. ഞാൻ ചെയ്ത് മാക്സിമം എൻ്റെ ലെവൽ ബെസ്റ്റ് ഞാൻ ചെയ്യാം. ഇതില് ചെറിയ കറക്ഷൻസ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ കാര്യം. പിന്നെ നമ്മൾ അവരോട് അതിന്റെ മെറ്റീരിയൽ ചിലപ്പം ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല. അതേ അളവിൽ തന്നെ നമ്മളൊരു കോട്ടൺ മെറ്റീരിയൽ സ്റ്റിച്ച് ചെയ്തെടുത്താല് കനം കുറഞ്ഞ മെറ്റീരിയലിൽ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ഇച്ചിരി കനം കൂടിയ മെറ്റീരിയലിൽ ചെയ്യുന്നത്. അതിൽ രണ്ടിനും രണ്ട് ഫിനിഷിംഗ് ആണ് നമുക്ക് തോന്നുന്നത്. അപ്പൊ ചിലപ്പോൾ നമ്മൾക്ക് ഒരു റെഫറൻസ് പിക്ക് അനുസരിച്ച് അവർ വന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് ചെയ്തു കൊടുത്തു. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കുക ഇതിന്റെ മെറ്റീരിയൽ എന്നതാണ്. മെറ്റീരിയൽ അവയർനെസ് മസ്റ്റ് ആയിട്ടും ഒരു ബൊട്ടിക് ഓണർക്ക് ഉണ്ടാവണം കേട്ടോ. അത് ഹോം ബൊട്ടിക് നടത്തുന്നവരാണെങ്കിലും ഉണ്ടാവണം. സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും. അത്യാവശ്യം ചെറിയ മെറ്റീരിയൽസിന്റെ കാര്യം അറിയാൻ പറ്റും. ഒരു ബൊട്ടീക്ക് നടത്തുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട്. ഫാഷൻ ഡിസൈനേഴ്സിനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫാഷൻ ഡിസൈനേഴ്സ് ബൊട്ടീക്കിലോട്ട് വേണ്ടിയിട്ട് ഫാഷൻ ഡിസൈനേഴ്സ് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ആ കുട്ടിക്ക് ഫാഷൻ ഡിസൈനർ ആണ്, എല്ലാം പഠിച്ചിറങ്ങി, എല്ലാം കഴിഞ്ഞു. പക്ഷെ ഒരു മെറ്റീരിയൽ കാണിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പ് മെറ്റീരിയൽ ആണെന്ന് പറയാൻ ആ കുട്ടിക്ക് അറിയില്ല. എങ്ങനെ ഒരു ബൊട്ടീക്ക് അവരെ വിശ്വസിച്ച് അവരെ എങ്ങനെ ഏൽപ്പിക്കും? അതായത് അവിടെ ആ ബൊട്ടീക്കിലേക്ക് വേണ്ടിയിട്ടുള്ള ഫാഷൻ ഡിസൈനറെ തെരഞ്ഞെടുക്കുന്ന ഇന്റർവ്യൂ ആണ്. അപ്പം അതാണ് അവസ്ഥ. ഒരു ബൊട്ടീക്ക് എന്ന കൺസെപ്റ്റ് നമ്മുടെ മനസ്സിലുണ്ട് എന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നമുക്ക് മെറ്റീരിയലിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഓരോ മെറ്റീരിയലിനും ഓരോ ടൈപ്പ് ആയിരിക്കും ഓരോ മെറ്റീരിയൽ. അപ്പൊ നമുക്ക് അടുത്തുള്ള ക്ലാസ്സുകളിൽ
വീഡിയോകളിൽ നമുക്ക് ഓരോ ടൈപ്പ് മെറ്റീരിയലിനെ പറ്റിയിട്ട് നമുക്ക് കുറച്ചൊന്ന് പറയാം. അത് എപ്പോഴും ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് തന്നെ നമ്മൾ മെറ്റീരിയൽ തിരഞ്ഞെടുക്കണം, മെറ്റീരിയൽ ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. പക്ഷെ എന്നാലും അതിന്റെ ടെക്സ്ചർ ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എല്ലാവർക്കും പോയി ഷോപ്പിൽ പോയി ടച്ച് ആൻഡ് ഫീൽ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ ചാനലിൽ അതുപോലുള്ള കാര്യങ്ങളും കൂടെ നമുക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പം ഇത്രയൊക്കെയാണ് കസ്റ്റമർ മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. നമ്മൾ അവർക്ക് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കസ്റ്റമർ വന്നു, നമ്മൾ റേറ്റ് പറഞ്ഞു, ഫ്രണ്ട് സ്പീക്ക് കാണിച്ച് ഇതിന് എത്ര റേറ്റ് വരും എന്ന് പറഞ്ഞ് നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് റേറ്റ് പറഞ്ഞു. അത് കേട്ട് കണ്ണ് തള്ളിയിരിക്കുന്ന കസ്റ്റമർ, അവരോട് നമ്മൾ പറയുന്നു, നമ്മൾ പറയണം നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണ് എന്ന് ചോദിക്കുക ആദ്യം തന്നെ. അപ്പൊ അവർ ബഡ്ജറ്റ് പറയും, എന്റെ കയ്യിൽ ഇത്ര രൂപയാണുള്ളൂ, ഒരു 1500 രൂപയുടെ വർക്ക് അത് 800 രൂപയ്ക്ക് ചെയ്തു തരും, അല്ലെങ്കിൽ 700 രൂപയ്ക്ക് ചെയ്തു തരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, ഇതിലെ ഇന്ന കോസ്റ്റ് വരാനുള്ള കാര്യം ഇന്ന ഐറ്റംസ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇതിന് ഇത്ര ഡേയ്സ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വർക്കിന് വേണ്ടിയിട്ട് എടുക്കണം. നമ്മൾ ഇന്ന വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല ഈ ടൈപ്പിലുള്ള, ഇപ്പൊ നമ്മൾ ബീഡ് വർക്ക് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ സർദോസി വർക്ക് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് ആരിയിലാണെങ്കിൽ, നമ്മുടെ നോർമൽ നീഡിലാണെങ്കിൽ തന്നെ സർദോസി വർക്കിന് എപ്പോഴും റേറ്റ് കൂടുതലായിരിക്കും. അപ്പം അത് നമ്മൾ കസ്റ്റമറിനെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ആ കാര്യം. അപ്പൊ അവർക്ക് കാര്യം പറഞ്ഞ് മനസ്സിലാവും. അപ്പം ഇതില് ഈ റേറ്റ് ഇട്ട് ചെയ്യുമ്പോഴത്തേക്ക്, ഈ മെറ്റീരിയൽ ഇട്ട് ചെയ്യുമ്പം ഈ റേറ്റ് ആവും, ഇത്രയും കൂടുതൽ റേറ്റ് വരും. എന്നാൽ അതേസമയം നമ്മൾ അതിനകത്ത് സർദോസി പോലെ തോന്നുന്ന ചെറിയ ലൈൻ പോലുള്ള കട്ബീഡുകളൊക്കെ ഇട്ട് ചെയ്യുമ്പോൾ അത്ര റേറ്റ് വരില്ല എന്നുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. പിന്നെ അതിനുള്ള സ്റ്റോൺസിന്റെ ഒക്കെ റേറ്റ് വരുമ്പോൾ കൂടുതൽ റേറ്റ് വരും. അതിൽ കുറച്ചിട്ട് ബീഡോ അല്ലെങ്കിൽ അവിടെ ത്രെഡോ ഒക്കെ കൊടുത്തിട്ടുള്ള വർക്കുകൾ ഇതേ ലുക്ക് വൈസ് നമുക്ക് ഓക്കെ ആക്കി കിട്ടും. അതേസമയം നമുക്ക് റേറ്റും കുറഞ്ഞു കിട്ടും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിയുമ്പോഴത്തേനും അവർക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് ആ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടുകയും ചെയ്യും. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ അതേക്കുറിച്ച് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ആ കസ്റ്റമർ എന്ത് ചെയ്യും? പിന്നെ ഒരിക്കലും നമ്മളെ വിട്ടു പോകില്ല. അങ്ങനെ വർഷങ്ങളായിട്ട് നമുക്കുള്ള കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. മാത്രമല്ല അവര് പറയുന്ന റേറ്റിൽ നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കണം. ഇത് തന്നെ അപ്പം നമ്മൾ പറയുക, ഇന്ന ഐറ്റംസ് ഇതിനകത്ത് കുറവ് വരും എന്നുള്ളത് പറയണം. നമ്മൾ ഫ്ലെക്സിബിൾ ആണ് എന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യമില്ല, അതും പറയണം കേട്ടോ. അപ്പം അതും കൂടെ മനസ്സിൽ വെച്ചേക്കുക. അവര് പറയുന്ന റേറ്റിൽ തന്നെ, അതായത് അവര് തീരെ കുറച്ചെന്നുള്ള റേറ്റിൽ നമ്മൾ പറയരുത്. പലരും പറയും അവളുടെ അടുത്ത്, ഇവിടെ തന്നെ ഈ നാട്ടിൽ തന്നെ ഒത്തിരി പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, കീർത്തിയുടെ അടുത്ത് റേറ്റ് ഇച്ചിരി കൂടുതലാണ്. അതേ റേറ്റ് കൂടുതലാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അലമ്പിയുള്ള വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇച്ചിരി റേറ്റ് കൂട്ടിയിട്ടിരിക്കുന്നത്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരിയും നമ്മൾ ചെയ്യുന്ന എഫേർട്ട് എടുത്ത് ചെയ്ത ഒരു ബ്ലൗസിന് പല രീതിയിലുള്ള കറക്ഷൻസ് പറയും. ശരി, ആ കറക്ഷൻസ് എല്ലാം ചെയ്തു കൊടുത്തു, പല രീതിയിലുള്ള ഡിമാൻഡുകളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പൈസയുടെ കാര്യം പറയുമ്പോഴത്തേനും അത് നാളെ തരാം, അല്ലെങ്കിൽ മറ്റന്നാൾ തരാം, അടുത്ത ദിവസം തരാം, അല്ലെങ്കിൽ അടുത്ത വർക്കിന്റെ കൂടെ കൂട്ടി അങ്ങ് തന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. അതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിലും ഇതുപോലെ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക് കുറച്ചെങ്കിലും അറിയാൻ പറ്റും. അപ്പോൾ അവർക്കുള്ളൊരു ഇത് കൂടിയാണ്. അവര് വീണ്ടും നമ്മുടെ അടുത്ത് വന്ന് ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ ഇപ്പൊ നാട്ടിലത്തെ നമ്മുടെ തൊടുപുഴയിലത്തെ ബൊട്ടീക്സിലേക്കാളും സ്റ്റിച്ചിങ്ങിന്റെ ഒക്കെ റേറ്റ് ഒരു 50 രൂപ അല്ലെങ്കിൽ 100 രൂപയൊക്കെ കുറവുള്ളൂ കേട്ടോ എന്റെ അടുത്ത്. അപ്പം ആ റേഞ്ചിൽ ഞാൻ ഇട്ടിരിക്കുന്നതിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് തീരെ മോശം വർക്കുകൾ, അതായത് അങ്ങനെ അലച്ചു വാരിയുള്ള വർക്കുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാട്ടോ. തീരെ കുറഞ്ഞ രീതിയിലുള്ള വർക്കുകൾ എന്റെ അമ്മയോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, അയ്യോ അമ്മ കീർത്തിയുടെ അടുത്ത് ഭയങ്കര റേറ്റ് ആട്ടോ. അപ്പൊ അമ്മ പറയും എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല, അത് അവളോട് തന്നെ സംസാരിക്കുക, അതേപ്പറ്റി എനിക്ക് അറിയില്ല, ഞാനത് അന്വേഷിക്കാറുമില്ല എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങ് ഒഴിവാകും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു കാര്യത്തില് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം. അതേസമയം നമ്മുടെ ഫ്ലെക്സിബിലിറ്റി ചൂഷണം ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുകയും വേണം. നമ്മൾ അതിന് വഴങ്ങി കൊടുക്കാതെയും ഇരിക്കണം. ഓക്കെ,
അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ടൈം ആൻഡ് കസ്റ്റമർ മാനേജ്മെന്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നമ്മളിപ്പോ ഒരു ഇടയ്ക്കൊക്കെ ഒരു ബ്രേക്ക് എടുക്കണം കേട്ടോ. അതായത് ലോങ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അതായത് നമ്മൾ എപ്പോഴും നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ച് ഇതിലോട്ട് ഇരിക്കുമ്പോഴത്തേനും നമുക്ക് മടുപ്പുണ്ടാവും. ഇപ്പം ഈ ഇപ്പൊ ചെയ്ത് സ്റ്റാർട്ട് ചെയ്തവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. എനിക്കും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് നാളം കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ, ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കാര്യം ഇത് തന്നെ ചെയ്ത് മടുപ്പ് തോന്നാതിരിക്കാനായിട്ട് നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് ബ്രേക്ക് എടുക്കണം. ഇടയ്ക്ക് പുറത്തേക്കൊക്കെ പോകണം. അവനവൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മുടെ ഈ 2 പോയിന്റ്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ.